ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുവന്യ വിനോദ് ഒഫീഷ്യൽ. ഇനി ഞങ്ങൾ ഉമേലൂര് വയലിലോട്ടാണ് പോയത്. നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത്, പക്ഷെ ഞങ്ങൾ അവിടെ വരെ വണ്ടിയിലാണ് വന്നത്. ഞങ്ങളുടെ മാമൻ്റെ വീട് തൊട്ടടുത്താണ്, അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ വയലിലോട്ട് വന്നത്. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ആളുകളുണ്ടായിരുന്നു. ഇപ്പം പഴയ പോലെയല്ല, ഇവിടെ നല്ല തിക്കും തിരക്കും, ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരുപാട് കച്ചവടങ്ങളും ഉണ്ട്. നേരെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കണ്ണിൽ പെട്ടത് ജ്യൂസ് ആയിരുന്നു. പല ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു. ഫ്യുസി എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇത് പള്ളിമുക്കിൽ നോമ്പ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ രണ്ട് ടൈപ്പ് ജ്യൂസാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്ന് ഒരു ലോട്ട് ഓഫ് ബിസ്കഫിൻ്റെതും, പിന്നെ ഒരെണ്ണം ഒരു ഷേക്ക് കോക്ടെയിൽ എന്നാണ് പറഞ്ഞത്. അതൊരു പപ്പായ ക്യാരറ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് തണുപ്പില്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു. ഞങ്ങളതെല്ലാം കുടിച്ചിട്ട് നേരെ വയലിലോട്ടാണ് പോയത്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. രണ്ട് സൈഡിലും വണ്ടിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോട്ടിൽ എപ്പോഴും വണ്ടികൾ ഇങ്ങനെ തേരാപ്പാര പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം നിൽക്കാനൊക്കെ. പിന്നെ ആ സൈഡിൽ തന്നെ പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു ഒരുപാട് പേര്. സാധാരണ നമ്മൾ ബീച്ച് സൈഡിലാണല്ലോ ഈ പട്ടം പറത്തുന്ന കാണുന്നത്. ഇത് വയലിലായിരുന്നു. അവിടെ തന്നെ കുറേ പേര് പട്ടമൊക്കെ പറത്തി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ വയലിൻ്റെ ഈ സൈഡിലാണ് ഇറങ്ങിയത്. അവിടെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റോഡ് സൈഡിൽ തന്നെ വന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ ചെറു കച്ചവടക്കാർ ഒരുപാടുണ്ടായിരുന്നു. അവിടെ പാനിപൂരിയൊക്കെ ഉണ്ടായിരുന്നു. മോൻ ആദ്യം തന്നെ ഒരു കുക്കീസാണ് എടുത്തത്. അവന് ആ ടൈപ്പ് ഐറ്റംസിനോടാണ് കുറച്ചുകൂടി ഒരു ഇഷ്ടം. ആദ്യം തന്നെ അവന് വേണ്ടുന്ന കുക്കീസൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു സെറ്റ് പാനിപൂരി വാങ്ങിച്ചു. എൻ്റെ മൂത്ത ആൾക്ക് പാനിപൂരി ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഒരു പാനിപൂരി ലവറാണ്. പക്ഷേ എല്ലായിടത്തെയും ടേസ്റ്റ് ഒരുപോലെയല്ല. എനിക്ക് പലയിടത്തും പല ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് കുഴപ്പമില്ല, ഒരു ഓക്കെ ഓക്കെ എന്ന് പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ അവിടെ സ്വിഗ്ഗിയുടെ ബാഗ് ഇരിക്കുന്ന കണ്ടപ്പോൾ മോൻ ചോദിക്കുന്നുണ്ടായിരുന്നു സ്വിഗ്ഗിയിൽ ഡെലിവറി ഉണ്ടോയെന്ന്. അപ്പോൾ അവരുടെ മോൻ സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വയലിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ഇറങ്ങിയത്. അവിടെ വോളിബോൾ കളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട്. ഇപ്പം ഈ വയൽ ഉണക്കായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയൊക്കെ അങ്ങ് താഴെ വരെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ബൈക്കും കാറും എല്ലാം തന്നെ താഴെ വരെയായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ ആ ഒരു വരമ്പിലൂടെ കുറച്ച് നേരം മക്കളുമായിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു. കാഴ്ചകളൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചു. അത് അപ്പുറത്ത് നടുക്കൂടെ ഒരു തോട് പോലെ ഉണ്ട്. അതിന് കുറുകെ നമുക്ക് നടക്കാനും പോകാനും ഒക്കെ പറ്റുന്നതാണ്. വൈകുന്നേരം ടൈമിലൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് പോയിരിക്കാൻ പറ്റിയും കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആയിട്ടാണ് ഇപ്പം ഉബേലൂർ ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. തിരിച്ച് ഞങ്ങൾ ഇതേ മാമൻ്റെ വീട്ടിലോട്ട് തന്നെ പോയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് തന്നെ നമുക്കൊരു കുളമുണ്ട്. അത് പഞ്ചായത്ത് കുളം എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് പറ്റി മീനൊക്കെ ഒന്ന് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് അവിടെ ആസ്വദിച്ചിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ബൈ പറഞ്ഞ് ഇറങ്ങിയത്. പിന്നെ നേരെ വീട്ടിലോട്ട് വന്ന് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോസാണ്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കൊരു ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതൊരു ഗൾഫിൽ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഹാമ്പർ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫെററോ ചോക്ലേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ മിൽക്കി ബാറിൻ്റെ ഒരു 4 സെറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലൈറ്റൊക്കെ കത്തുന്ന പാണ്ടയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നിക്കേഴ്സ് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സ്നിക്കേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പേസിലായിട്ട് നമ്മൾ ചെറിയ 2 ടൈപ്പ് ക്ലിപ്പുകളും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ നമ്മളൊരു ഫ്ലവർ ക്ലിപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ആണ് മെയിനായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് വേറെ ഐറ്റംസ് ഒന്നും വെക്കാതെ കൂടുതലും ചോക്ലേറ്റ് തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ആനിവേഴ്സറിയുടെ ഒരു കാർഡും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഈ ഹാമ്പറിൽ. പിന്നെ കൂടെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സീസൺസ് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ്, അതും ഫുൾ ചോക്ലേറ്റ് ആണ്, അതും കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കേക്ക് ഓർഡേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് നമുക്ക് കുറച്ച് അടുത്ത് തന്നെയാണ് കൊടുക്കാനുള്ളത്. മൈലക്കാട് മാടനടയുടെ അടുത്താണ് നമുക്ക് ഈ ഓർഡർ ഡെലിവറി ചെയ്യേണ്ടത്. വൈകുന്നേരം ടൈമിലായിരുന്നു നമുക്കിത് ഡെലിവറി ചെയ്യേണ്ടത്. അതുകൊണ്ട് വലിയ വെയിലൊന്നും കൊള്ളേണ്ടി വന്നില്ല. അപ്പോൾ ഇതൊരു സർപ്രൈസ് ഡെലിവറി ആയിരുന്നു. വൈഫിനായിരുന്നു കൊടുക്കേണ്ടിയുള്ളായിരുന്നത്. ഞങ്ങൾ ഹാമ്പറൊക്കെ ഡെലിവറി ചെയ്ത് ഹാപ്പി ആനിവേഴ്സറി ഒക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം വീട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അതുവഴി നേരെ നമ്മുടെ കുട്ടിത്തുള്ള സിംലയിലോട്ടാണ് പോയത്. നമുക്ക് വിഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാനാണ്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ളത്.
വന്നിട്ടുള്ളത്. വിഷുവിന്റെ തലേന്നും പിറ്റേന്നുമായിട്ട് എനിക്ക് 2 ബർത്ത്ഡേ ഹാമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ കൂട്ടത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടും ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചുരിദാറിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുട്ടിയായിരുന്നു സർപ്രൈസ് കൊടുക്കേണ്ടതെങ്കിലും നമ്മൾ തന്നെയാണ് ഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്തത്. സാധാരണ നമ്മൾ വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് കസ്റ്റമറിന് ഫോട്ടോ ഇട്ട് കൊടുത്ത് കസ്റ്റമറാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടെന്നും അവരുടെ റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡാർക്ക് പിങ്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വിഷു ഹാമ്പർ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു മോന് വേണ്ടിയിട്ടായിരുന്നു. അതിനൊരു ഡ്രസ്സ് വേണമായിരുന്നു. ആദ്യം ഞങ്ങൾ ദേ ഈ ടൈപ്പാണ് നോക്കിയത്. പക്ഷെ അതിൽ കൃഷ്ണന്റെ പിക്ക് വരുന്നതില്ലായിരുന്നു. ഉള്ള അളവൊക്കെ കുറച്ച് വലുതായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ വേറെ ഒരു അജറക്കിന്റെ പ്രിന്റുള്ള ഒരു സെറ്റായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഡ്രസ്സായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കസ്റ്റമർ ഫോട്ടോ അയച്ചു കൊടുത്ത് സൈസും എല്ലാം ഓക്കെ ആയിട്ട് കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് നേരം ബില്ലടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ബില്ലടിക്കുന്നിടത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഞായറാഴ്ചയെ പോയിട്ടുള്ളത്, അതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ എല്ലായിടും വെയിറ്റിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബില്ലടിച്ചു, പൈസ എല്ലാം സെറ്റ് ചെയ്തിട്ട് സാധനവും വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വിഷു ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്